നമസ്തേ. ഭൗതികശാസ്ത്ര ഭാഗത്ത് ഇന്ന് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രകൃതിയിലെ 4 അടിസ്ഥാന ബലങ്ങളാണ് ഗുരുത്വാകർഷണ ബലം, വൈദ്യുത കാന്തിക ബലം, ശക്തമായ ന്യൂക്ലിയർ ബലം, അതുപോലെ ദുർബലമായ ന്യൂക്ലിയർ ബലം. ഇവ 4മാണ് പ്രകൃതിയിലെ 4 അടിസ്ഥാന ബലങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലമാണ്. എന്നാൽ ഏറ്റവും ദുർബലമായ ബലം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. അപ്പൊ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലമാണ്. ഏറ്റവും ശക്തമായ ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലവും ആണ്. പ്രകൃതിയിലെ 2 വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം, ആ ആകർഷണ ബലത്തെയാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. പ്രകൃതിയിലെ 2 വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഇത് ഗുരുത്വാകർഷണ ബലത്തിന് ഉദാഹരണമാണ്. ഗുരുത്വാകർഷണ ബലത്തിന്റെ അടിസ്ഥാന കണം എന്ന് പറയുന്നത് ഗ്രാവിറ്റോണ്. അതിനെയാണ് ഗുരുത്വാകർഷണ ബലത്തിന്റെ അടിസ്ഥാന കണം എന്ന് പറയുന്നത്. സാർവിക ഗുരുത്വാകർഷണ നിയമം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. അപ്പൊ സാർവിക ഗുരുത്വാകർഷണ നിയമം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഐസക് ന്യൂട്ടൺ ആണ്. അവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഡാനിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ടൈക്കോ ബ്രാഹെയുടെ നിരീക്ഷണങ്ങളെ പറ്റി പഠിക്കുകയും അവ ഉപയോഗിച്ചുകൊണ്ട് ഗ്രഹ ചലന നിയമങ്ങൾ വികസിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് കെപ്ലർ. അപ്പൊ ഗ്രഹ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് കെപ്ലർ ആണ്. ഗ്രഹ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്, അതായത് സൂര്യനെ ഒരു ഫോക്കസായി വെച്ചുകൊണ്ട് സൂര്യന് ചുറ്റും ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു എന്നാണ് കെപ്ലറുടെ നിയമം പറയുന്നത്. അതായത് സൂര്യനെ ഒരു ഫോക്കസായി വെക്കുന്നു, ആ സൂര്യന് ചുറ്റും ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഗ്രഹങ്ങൾ ചലിക്കുന്നു എന്നാണ് കെപ്ലറുടെ നിയമം പറയുന്നത്. ഈ കെപ്ലറുടെ നിയമം എന്ന് പറയുന്നത് അത് കേവലം നിരീക്ഷണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ളതാണ്. എന്തുകൊണ്ടാണ് ഗ്രഹങ്ങൾ ഇങ്ങനെ ചലിക്കുന്നത്, എന്തുകൊണ്ടാണ് ഗ്രഹങ്ങൾ ഈ രീതിയിൽ ചലിക്കുന്നത്, ഈ രീതിയിൽ സഞ്ചരിക്കുന്നത് എന്നതിനെ പറ്റി വിശദമാക്കാൻ കെപ്ലർക്ക് സാധിച്ചില്ല. കെപ്ലറുടെ പ്രവർത്തനങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടിട്ടാണ് ഐസക് ന്യൂട്ടൺ സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിക്കുന്നത്. ഐസക് ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിന് സൂര്യന് ചുറ്റും ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ കാരണം വിശദമാക്കാൻ കഴിഞ്ഞു. അതായത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള കാരണം എന്ത് എന്ന് വിശദമാക്കാൻ കഴിഞ്ഞത് ഐസക് ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിനാണ്. സൂര്യനും ഓരോ ഗ്രഹവും തമ്മിലുള്ള ഗുരുത്വാകർഷണം, സൂര്യനും ഓരോ ഗ്രഹവും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് സൂര്യന് ചുറ്റും ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഗ്രഹങ്ങൾ ചലിക്കുന്നത് എന്ന് വിശദമാക്കിയത് സാർവിക ഗുരുത്വാകർഷണ നിയമമാണ്. ചന്ദ്രന് ഭൂമിയെ ചുറ്റുന്നത് എന്തുകൊണ്ടാണ്, അതുപോലെ വസ്തുക്കൾ താഴേക്ക് വീഴുമ്പോൾ ഭൂമിയിൽ വീഴുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി വിശദമാക്കാൻ സാധിച്ചത് ഐസക് ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിനാണ്. അപ്പൊ സൂര്യനെ ചുറ്റും ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നതിന് കാരണം വിശദമാക്കിയത് സാർവിക ഗുരുത്വാകർഷണ നിയമമാണ്. അതുപോലെ പ്രകൃതിയിൽ കാണുന്ന നിരവധി പ്രതിഭാസങ്ങളെ വിശദീകരിക്കാനെ കൊണ്ട് ഐസക് ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിന് സാധിച്ചു. ഈ സാർവിക ഗുരുത്വാകർഷണ നിയമം പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം,
അവയുടെ മാസിന്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസിന്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും, അതായത് നമ്മൾ പറയുന്ന രണ്ട് വസ്തുക്കളെ എടുക്കുന്നു. വസ്തുക്കളുടെ മാസ് M1 എന്നും M2 എന്നും എടുക്കുന്നു. ഒരു വസ്തുവിന്റെ മാസ് M1 ഉം മറ്റൊരു വസ്തുവിന്റെ മാസ് M2 എന്നും എടുക്കുന്നു. ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് R എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ആകർഷണ ബലം, ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് F എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം F എന്ന് പറയുന്നത് അവയുടെ മാസിന്റെ ഗുണനഫലം, അപ്പൊ M1 into M2 മാസിന്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അപ്പൊ നമ്മൾ പറയും ആകർഷണ ബലം ഈസ് ഈക്വൽ ടു G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പൊ ആകർഷണ ബലം F ഈസ് ഈക്വൽ ടു G into M1 into M2. M1 എന്നും M2 എന്നും പറയുന്നത് വസ്തുക്കളുടെ മാസാണ്. ആ വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് R എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലവും അവയുടെ മാസും അറിയാമെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഐസക് ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം ഉപയോഗിച്ച്, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആകർഷണ ബലം കണ്ടുപിടിക്കാൻ കഴിയും. F is equal to G into M1 into M2 by R square. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 into 10 raised to minus 11. 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഇതാണ് ജിയുടെ മൂല്യം. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജിയുടെ മൂല്യം എത്രയെന്ന് ചോദിച്ചാൽ 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഈ ജിയുടെ മൂല്യം കണക്കാക്കിയത് അത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതിന്റെ മൂല്യം കണക്കാക്കിയത് ആരെ എന്ന് ചോദിച്ചാൽ അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുന്ന ഒരു വസ്തുവിനും ഭൂമിക്കും ഇടയിലുള്ള ആകർഷണ ബലം, ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുന്ന ഒരു വസ്തുവിനും ഭൂമിക്കും ഇടയിലുള്ള ആകർഷണ ബലം, അതിനെയാണ് നമ്മൾ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കും. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഭൂഗുരുത്വാകർഷണ ബലം, ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുന്ന ഒരു വസ്തുവും ഭൂമിക്കും ഇടയിലുള്ള ആകർഷണ ബലത്തെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂഗുരുത്വാകർഷണ ബലം F is equal to G into M into M by R square. F is equal to G into M into M by R square. G എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ G എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. M, ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറയുന്നത് ഭൂമിയുടെ മാസ്, സ്മോൾ ലെറ്റർ M എന്ന് പറയുന്നത് വസ്തുവിന്റെ മാസ്, R എന്ന് പറയുന്നത് ഭൂമിയുടെ ആരമാണ്, ഭൂമിയുടെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. അപ്പൊ ഭൂഗുരുത്വാകർഷണ ബലം F is equal to G into M into M by R square എന്ന് പറയാം. ഇനി ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഭൂഗുരുത്വാകർഷണ ബലം ഒരുപോലെ ആയിരിക്കില്ല. ഭൂമിയുടെ എല്ലാ പ്രദേശത്തും അല്ലെങ്കിൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഭൂഗുരുത്വാകർഷണ ബലം ഒരുപോലെ ആയിരിക്കില്ല. കാരണം ഭൂമി എന്ന് പറയുന്നത് അതൊരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല. ഭൂമി എന്ന് പറയുന്നത് അതിന് യഥാർത്ഥ ഗോളാകൃതി അല്ല. അതുകൊണ്ട് ഭൂമിയുടെ ആരത്തില്, അതിന്റെ റേഡിയസില് വ്യത്യാസം ഉണ്ടായിരിക്കും.
ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ലാത്തത് കൊണ്ട്, യഥാർത്ഥ ഗോളാകൃതി അല്ലാത്തത് കൊണ്ട് ഭൂമിയുടെ ആരത്തില് വ്യത്യാസം ഉണ്ടായിരിക്കും. ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ആരം ഉണ്ടാകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കും. ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ആരം ഉണ്ടാകുന്ന പോയിന്റ് അത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അതുപോലെ ഭൂമിക്ക് ഏറ്റവും കുറവ് ആരം ഉണ്ടാകുന്ന പോയിന്റ് അത് ധ്രുവപ്രദേശത്തായിരിക്കും. അപ്പൊ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ആരം ഉണ്ടാകുന്ന പോയിന്റ് ഭൂമധ്യരേഖാ പ്രദേശത്തും ഏറ്റവും കുറവ് ആരമുണ്ടാകുന്നത് അത് ധ്രുവപ്രദേശത്തും ആയിരിക്കും. അതായത് നമ്മളൊരു വസ്തുവിനെ ധ്രുവപ്രദേശത്ത് കൊണ്ടുവെക്കുമ്പോഴാണ് അതിന് ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് കൊണ്ടുവച്ചാൽ അതിന് ആകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടും. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയുടെ പ്രതലത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്തും ഏറ്റവും കുറവ് ആകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തും ആയിരിക്കും. കാരണം ഭൂമി ഒരു യഥാർത്ഥ ഗോളാകൃതി അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ആരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തും ഏറ്റവും കുറവ് ആരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്തും ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആകർഷണ ബലം ഉണ്ടാകുന്നത് ധ്രുവപ്രദേശത്തും ഏറ്റവും കുറവ് ആകർഷണ ബലം ഉണ്ടാകുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തും ആയിരിക്കും. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നത് വസ്തു ധ്രുവപ്രദേശത്തായിരിക്കുമ്പോഴാണ്. ഏറ്റവും കുറവ് ആകർഷണ ബലം അനുഭവപ്പെടുന്നത് വസ്തു ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കുമ്പോഴാണ്. ഇനിയും വസ്തു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ആകർഷണ ബലം കുറയുന്നു. ഉപരിതലത്തിൽ നിന്നും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ആകർഷണ ബലം കുറയുകയാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുമ്പോഴും ആകർഷണ ബലം കുറയുകയാണ്. അപ്പൊ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് പോകുമ്പോഴും ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുമ്പോഴും ആകർഷണ ബലം കുറയുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ആകർഷണ ബലം, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും. ഉപരിതലത്തിൽ നിന്ന് താഴോട്ട് പോകും തോറും, ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ആകർഷണ ബലം കുറയുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു വസ്തു ഉപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രത്തിലേക്ക് പോകും തോറും ആകർഷണ ബലം കുറയുന്നു എന്ന് പറഞ്ഞു. ഒരു വസ്തുവിനെ ഭൂകേന്ദ്രത്തിൽ വെച്ചിരുന്നാല്, ഒരു വസ്തുവിനെ നമ്മൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാല് അതിന് ചുറ്റിനുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശയിലേക്കും തുല്യ അളവിൽ ആകർഷിക്കുന്നു. ആ വസ്തുവിനെ, അതിന് ചുറ്റിനുമുള്ള ദ്രവ്യം എല്ലാ ദിശയിലേക്കും തുല്യ അളവിൽ ആകർഷിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് ഭൂകേന്ദ്രത്തിൽ ആകർഷണ ബലം 0 ആയിരിക്കും. ഭൂകേന്ദ്രത്തിൽ ആകർഷണ ബലം 0 ആയിരിക്കും. അതായത് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ പ്രതലത്തിലായിരിക്കും, ഉപരിതലത്തിലായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്തും ഏറ്റവും കുറവ് ഭൂമധ്യരേഖാ പ്രദേശത്തും ആയിരിക്കും. ഭൂകേന്ദ്രത്തിൽ ആകർഷണ ബലം 0 ആയിരിക്കും. ഇനി ഭൂമി എല്ലാ വസ്തുക്കളെയും അതിലേക്ക് ആകർഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഭൂമി ഇങ്ങനെ എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നതിനാൽ വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു, ആക്സിലറേഷൻ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാ പറയുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം എന്ന് പറയും. ഭൂഗുരുത്വ ത്വരണം G is equal to gm/r². ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, G is equal to gm/r². നമ്മൾ പറഞ്ഞതാ G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. M എന്ന് പറയുന്നത് ഭൂമിയുടെ മാസ്, M എന്ന് പറയുന്നത് ഭൂമിയുടെ മാസ്.
R എന്ന് പറയുന്നത് ഭൂമിയുടെ ആരം. R ഭൂമിയുടെ ആരം, റേഡിയസ്. അതായത് ഭൂഗുരുത്വ ത്വരണം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഭൂഗുരുത്വ ത്വരണം ഏതൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? ഭൂഗുരുത്വ ത്വരണം ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം അത് വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. അത് ആശ്രയിക്കുന്നത് ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തെയുമാണ്. ഭൂഗുരുത്വ ത്വരണം, അതായത് ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്തിനെ ആശ്രയിക്കുന്നില്ല? വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഇനി ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. ഭൂമിക്ക് ഒരു യഥാർത്ഥ ഗോളാകൃതി അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭൂമിയുടെ ആരത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ജിയുടെ മൂല്യം, ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഈ ജിയുടെ മൂല്യം ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ജിയുടെ മൂല്യം ഒരുപോലെ ആയിരിക്കില്ല. കാരണം ഭൂമിക്ക് യഥാർത്ഥ ഗോളാകൃതി അല്ല. അതുകൊണ്ട് ഭൂമിയുടെ ആരത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആകർഷണ ബലത്തിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ജിയുടെ മൂല്യത്തിലും വ്യത്യാസമുണ്ട്. ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്. ജിക്ക് ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടാകുന്നത് അത് ധ്രുവപ്രദേശത്താണ്. ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം, അതിന്റെ മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ജിയുടെ മൂല്യം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് അത് ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്തും ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് അത് ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കും. അത് 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂകേന്ദ്രത്തില് ജിയുടെ മൂല്യം 0 ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം 0. ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും പുറത്തു പോകുന്നതിന്, ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും പുറത്തു പോകുന്നതിന് ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം, അതിനെയാണ് പലായന പ്രവേഗം, എസ്കേപ്പിംഗ് വെലോസിറ്റി എന്ന് പറയും. ഒരു ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും വെളിയിൽ പോകുന്നതിന്, ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും പുറത്തു പോകുന്നതിന് ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് പലായന പ്രവേഗം അഥവാ എസ്കേപ്പിംഗ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. പലായന പ്രവേഗം ആകാശഗോളത്തിന്റെ മാസിനെയും ആകാശഗോളത്തിന്റെ ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ പലായന പ്രവേഗം ഏതൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആകാശഗോളത്തിന്റെ മാസിനെയും ആകാശഗോളത്തിന്റെ ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. പലായന പ്രവേഗം √2gm/r എന്നാ പറയുന്നത്. അപ്പൊ പലായന പ്രവേഗം √2gm/r. g എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, m എന്ന് പറയുന്നത് മാസ്, r എന്ന് പറയുന്നത് റേഡിയസ്, ആരം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും പുറത്തു പോകാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഭൂമിയുടെ പലായന പ്രവേഗം, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്.
ചന്ദ്രന്റെ പലായന പ്രവേഗം 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്. 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൂര്യന്റെ പലായന പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഭൂമിയുടേത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, ചന്ദ്രന്റേത് 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൂര്യന്റെ പലായന പ്രവേഗം എത്രയെന്ന് ചോദിച്ചാൽ 618 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് സൂര്യന്റെ പലായന പ്രവേഗം. അവിടെ നമ്മൾ ഓർത്തു വെച്ചേക്കണം, പലായന പ്രവേഗം എസ്കേപ്പിംഗ് വെലോസിറ്റി അത് ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാ എന്ന് ചോദിച്ചാൽ അത് വ്യാഴമാണ്. വ്യാഴത്തിനാണ് എസ്കേപ്പിംഗ് വെലോസിറ്റി പലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ളത്. അത് 59.5 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ വ്യാഴത്തിന്റെ പലായന പ്രവേഗം അത് 59.5 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. പലായന പ്രവേഗം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ബുധനാണ്. ബുധന്റെ പലായന പ്രവേഗം 4.25 കിലോമീറ്റർ പെർ സെക്കൻഡ്. 4.25 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞു വെച്ചേക്കേണ്ട ഒരു കാര്യമാണ് പിണ്ഡവും ഭാരവും. പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയും. മാസും ഭാരവും. പിണ്ഡം അഥവാ മാസ് എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിലെ ദ്രവ്യത്തിന്റെ അളവ്, ഒരു വസ്തുവിലെ ദ്രവ്യത്തിന്റെ അളവ്, അതിനെയാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്. അത് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് കിലോഗ്രാം. അപ്പൊ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് കിലോഗ്രാം. വസ്തുക്കളെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു. ആ ബലത്തിനെയാണ് ഭാരം എന്ന് പറയുന്നത്. വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ആ ബലത്തിനെയാണ് എങ്ങനെ പറയുന്നത്? ഭാരം എന്ന് പറയുന്നത്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത് കോമൺ ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത്, സാധാരണ ത്രാസ് ആണ് ഉപയോഗിക്കുന്നത്. ഭാരത്തിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് ത്രാസ് ആണ് ഉപയോഗിക്കുന്നത്. ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് ത്രാസും, പിണ്ഡം അല്ലെങ്കിൽ മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത് കോമൺ ബാലൻസ് അല്ലെങ്കിൽ സാധാരണ ത്രാസ് എന്ന് പറയും. അപ്പൊ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിലേക്ക് ആകർഷിക്കുന്നു. ആ ബലത്തെയാണ് നമ്മൾ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് W = mg. m എന്ന് പറയുന്നത് മാസ് ആണ്, g എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ഭൂഗുരുത്വ ത്വരണമാണ്. അതായത് 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു അതിന്റെ ഭാരം എത്രയാണ് എന്ന് ചോദിച്ചു. 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? അപ്പൊ m എന്ന് പറയുന്നത് 1 ആണ്, 1 കിലോഗ്രാം. ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8. അപ്പൊ 1 × 9.8, അപ്പൊ 9.8 ന്യൂട്ടൺ എന്ന് കിട്ടും. 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയെന്ന് ചോദിച്ചാൽ അത് 9.8 ന്യൂട്ടൺ എന്ന് പറയണം. അവിടെ നമ്മളൊന്ന് ഓർത്തു വെച്ചേക്കുക, മാസ്, ഒരു വസ്തുവിന്റെ മാസ്, ഒരു വസ്തുവിന്റെ പിണ്ഡം അതെല്ലാം ഇപ്പോഴും ഒരുപോലെ ആയിരിക്കും. അത് ഏത് പ്രദേശത്ത്, അത് ധ്രുവ പ്രദേശത്തായാലും ഭൂമധ്യരേഖാ പ്രദേശത്തായാലും അത് ഭൂകേന്ദ്രത്തിലായാലും എവിടെയായാലും ഒരു വസ്തുവിന്റെ മാസ് അത് ഒരുപോലെ ആയിരിക്കും. 5 കിലോഗ്രാം പിണ്ഡമുള്ള 5 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ ധ്രുവ പ്രദേശത്ത് കൊണ്ടുവച്ചാൽ അതിന്റെ മാസ് 5 കിലോഗ്രാം തന്നെയായിരിക്കും. ഭൂമധ്യരേഖ പ്രദേശത്ത് കൊണ്ടുവച്ചാലും അതിന്റെ മാസ് 5 കിലോഗ്രാം ആയിരിക്കും. അതിനെ ഭൂകേന്ദ്രത്തിൽ കൊണ്ടുവച്ചാലും അതിന്റെ മാസ് 5 കിലോഗ്രാം ആയിരിക്കും. മാസിനകത്തിൽ വ്യത്യാസം ഉണ്ടാകില്ല. എന്നാൽ ഭാരം എന്ന് പറയുമ്പോൾ ജിയുടെ മൂല്യത്തിനുണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം, ആ ജിയുടെ മൂല്യത്തിനുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ഭാരത്തിലും വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പറഞ്ഞു ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ധ്രുവപ്രദേശത്തും, ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് അത് ഭൂമധ്യരേഖാ പ്രദേശത്തുമാണ്. കാരണം ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം കുറവായിരിക്കും. ഇനി ഭൂകേന്ദ്രത്തിലാണ് എങ്കിൽ അവിടെ ജിയുടെ മൂല്യം 0 അതുകൊണ്ട് വസ്തുവിന്റെ ഭാരവും 0 ആ കൂട്ടത്തില് ഒരു കാര്യം കൂടി നമ്മളൊന്ന് ഓർത്തു വെച്ചിരിക്കണം.
ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹം അത് വ്യാഴം ആണ്. ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴവും ഭാരം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹം അത് ചൊവ്വയുമാണ്. അപ്പൊ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴവും ഭാരം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹം അത് ചൊവ്വയുമാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭാരത്തിന്റെ 1/6 ഭാഗമായിരിക്കും ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭാരത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 1/6 ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്. ഇനി ഈ ഗുരുത്വാകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു കാര്യമാണ് നിർബാധ പതനം, ഫ്രീ ഫോള് എന്ന് പറയും. നിർബാധ പതനം അതായത് ഗുരുത്വാകർഷണത്തിന് വിധേയമായി ഒരു വസ്തു സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്നതിനെയാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണത്തിന് വിധേയമായി ഒരു വസ്തു സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്നതിനെയാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വസ്തുവിന് നിർബാധ പതനം സംഭവിക്കുമ്പോൾ, ഒരു വസ്തു നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ അതിന്റെ ഭാരം 0 അപ്പോൾ ഒരു വസ്തു അത് നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഭാരം 0 ആയിരിക്കും. അതുപോലെ തന്നെ വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ താഴേക്ക് പതിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കും. വ്യത്യസ്ത മാസുള്ള വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ താഴേക്ക് പതിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കും എന്ന് കണ്ടെത്തിയത് ഗലീലിയോ ആണ്. അദ്ദേഹമാണ് അങ്ങനെ കണ്ടുപിടിച്ചത്. വ്യത്യസ്ത മാസുള്ള വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ താഴേക്ക് പതിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കും. അപ്പോൾ ഭൗതിക ശാസ്ത്ര ഭാഗത്ത് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.